morning and welcome to Reporter Pre-Poll Survey. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനഹിതമറിഞ്ഞ് റിപ്പോർട്ടർ നടത്തുന്ന പ്രീ പോൾ സർവേ ഇപ്പോൾ 8 മണ്ഡലങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസം കൊണ്ട് നമ്മൾ 8 മണ്ഡലങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ 8 മണ്ഡലങ്ങൾ പിന്നിടുമ്പോൾ അഭിപ്രായ സർവേയിൽ കൂടുതൽ ജനപിന്തുണ UDF-നാണ്. 6 മണ്ഡലങ്ങളിൽ UDF-ന് പിന്തുണയേറുമ്പോൾ 2 മണ്ഡലങ്ങളാണ് LDF-നൊപ്പം നിൽക്കുന്നത്. കൊല്ലം, ആറ്റിങ്ങൽ, മലപ്പുറം, വയനാട്, പൊന്നാനി, ഇടുക്കി മണ്ഡലങ്ങളാണ് UDF-ന് സാധ്യത കൽപ്പിക്കുന്നത്. കാസർഗോഡും മാവേലിക്കരയും LDF-നാണ് സാധ്യത കൽപ്പിക്കുന്നത്. 8-ൽ 2 ഇപ്പോൾ LDF-ന് ഒപ്പം നിൽക്കുന്നത്. 6 UDF നിലനിർത്തുന്നു എന്ന് പറയുമ്പോൾ UDF-ന്റെ കയ്യിലുള്ള 2 മണ്ഡലങ്ങൾ LDF-ലേക്ക് പോകുമെന്ന സാധ്യതയാണ് നമ്മൾ കഴിഞ്ഞ 4 ദിവസമായി നടന്ന പ്രീ പോൾ സർവേയിൽ കണ്ടത്. 8 മണ്ഡലങ്ങൾ മാത്രം പരിശോധിക്കുമ്പോഴാണ് ഈ സ്ഥിതി. അങ്ങോട്ട് എന്താകും? കനലൊരു തരിയായി ഒടുങ്ങിയ LDF ഇപ്പോൾ 8 എണ്ണത്തിൽ 2 എണ്ണം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പരിഗണിക്കാൻ പോകുന്ന മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിന് ഒരുപക്ഷെ പ്രതീക്ഷിക്കാവുന്ന മണ്ഡലങ്ങളാണ്. നമ്മൾ എടുക്കുന്നു മധ്യ കേരളത്തിൽ നിന്നൊന്ന്, വടക്കൻ കേരളത്തിൽ നിന്നൊന്ന്. വടക്കൻ കേരളത്തിൽ നിന്ന് കോഴിക്കോട്, ഒപ്പം മധ്യ കേരളത്തിൽ നിന്ന് പത്തനംതിട്ട. ഈ 2 മണ്ഡലങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാധ്യതകളുള്ള 2 മണ്ഡലങ്ങളാണ് ഇന്നത്തെ പ്രീ പോൾ സർവേയിൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. കേരളത്തിന്റെ ഉള്ളറിഞ്ഞ് റിപ്പോർട്ടർ റിസർച്ച് ടീം നടത്തിയ സർവേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ. എങ്ങനെയാണ് ഈ സർവേ നടത്തിയത്? അതിന്റെ ഒരു രീതിശാസ്ത്രം എന്തായിരുന്നു, മെത്തഡോളജി എന്തായിരുന്നു എന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രേക്ഷകരോട് പറഞ്ഞതാണ്. പുതുതായി ഇന്നെത്തിയ പ്രേക്ഷകർക്കായി അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ചിന്തിക്കുന്നത് എന്താണ്, വോട്ടർമാരുടെ മനസ്സിൽ എന്താണ് എന്നറിയാൻ 14 ചോദ്യങ്ങളാണ് റിപ്പോർട്ടർ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഓരോ മണ്ഡലത്തിലും എത്തി ചോദിച്ചത്. നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന കോഴിക്കോട്ടും പത്തനംതിട്ടയിലും നമ്മൾ കൂടുതൽ സാമ്പിളുകൾ ശേഖരിച്ചാണ് ഈ സർവേ തയ്യാറാക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 8 വരെയുള്ള സമയമാണ് ഈ സർവേക്കായി നമ്മൾ ചെലവഴിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാധ്യതകളും പ്രതീക്ഷകളും പത്തനംതിട്ടയിലെയും കോഴിക്കോട്ടെയും ജനങ്ങൾ മറ്റ് 20 മണ്ഡലങ്ങളിലേതുപോലെ തന്നെ എല്ലായിടത്തും ജനങ്ങൾ അത് പങ്കുവയ്ക്കുന്നു. അതനുസരിച്ചുകൊണ്ടുള്ള സാമ്പിൾ, ഏറ്റവും വലിയ സാമ്പിൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു സർവേ കൂടിയാണിത്. അതിന്റെ രീതിശാസ്ത്രം എങ്ങനെയായിരുന്നു, ഏതൊക്കെ ഘടകങ്ങൾ ഈ സർവേയിൽ പരിശോധിക്കപ്പെട്ടു നോക്കാം. രാഷ്ട്രീയ കേരളത്തിന്റെ മനസ്സ് ചിരിഞ്ഞ് ദിവസങ്ങളോളം നടത്തിയ സാമ്പിൾ ശേഖരണം. 19,223 വോട്ടർമാരുടെ ഉള്ളറിഞ്ഞ സാമ്പിൾ ശേഖരണം. 28 ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് 12 ദിവസം 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ വിവരശേഖരണം. ഏറ്റവും അധികം വോട്ടർമാർ മനസ്സ് തുറന്ന സർവേ. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതിൽ 51% സ്ത്രീകളും 49% പുരുഷന്മാരുമാണ്. ഹിന്ദു വിഭാഗത്തിലെ 55% പേരും 26% മുസ്ലിങ്ങളും 19% ക്രൈസ്തവരും സർവേയിൽ പങ്കാളികളായി. ജനുവരി 28 മുതൽ ഫെബ്രുവരി 8 വരെയാണ് മെഗാ പ്രീ പോൾ സർവേ നടന്നത്. റിപ്പോർട്ടർ, ദ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് മധ്യ കേരളത്തിൽ നിന്നാണ്, പത്തനംതിട്ടയിൽ നിന്ന്. രാഷ്ട്രീയമായി എന്റെ ജില്ലയാണ്, എന്റെ മണ്ഡലമാണ്. അപ്പോൾ സുജയ്ക്ക് കൂടുതൽ പത്തനംതിട്ടയെ കുറിച്ച് പറയാനുണ്ടാകും. അപ്പോൾ രൂപീകരിച്ചത് മുതൽ UDF-നെ കൈവിടാതെ മുറുക്കി പിടിച്ചിട്ടുണ്ട് പത്തനംതിട്ട മണ്ഡലം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം കണ്ട മണ്ഡലമാണ്. 2009 മുതൽ നടന്ന 3 തെരഞ്ഞെടുപ്പിലും ആന്റണിയാണ് വിജയക്കൊടി നാട്ടിയത്. 3 തവണയും LDF-ഉം NDA-യും ഉയർത്തിയ വെല്ലുവിളിയും ചെറുതല്ല. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, പത്തനംതിട്ടയിലെ ആറന്മുള, കോന്നി, റാന്നി, തിരുവല്ല, അടൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം. നിലവിലെ ആരോഗ്യമന്ത്രിയും ഡെപ്യൂട്ടി സ്പീക്കറും ചീഫ് വിപ്പും അടക്കം MLA-മാർ എല്ലാം LDF-ൽ നിന്ന്. പക്ഷേ ലോക്സഭാ മണ്ഡലം രൂപീകൃതമായപ്പോൾ മുതൽ MP UDF-ൽ നിന്നുള്ള ആന്റണി. 2009 കോട്ടയം DCC പ്രസിഡന്റായിരുന്ന ആന്റണി പത്തനംതിട്ടയിലെത്തുന്നത്. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തൻ എന്നത് മാത്രമായിരുന്നു സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലെ ഏക പരിഗണനാ വിഷയം. പത്തനംതിട്ട DCC-യും നേതാക്കളുമൊക്കെ എതിരായിരുന്നെങ്കിലും 1,11,206 വോട്ടുകൾക്ക് LDF സ്ഥാനാർത്ഥി K. അനന്തഗോപനെ തോൽപ്പിച്ചു. 2014 ആന്റോയുടെ ഭൂരിപക്ഷം 60,000-ൽ താഴെയായി കുറഞ്ഞു. ആദ്യ തെരഞ്ഞെടുപ്പിൽ ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആസൂത്രകനായിരുന്ന ഫിലിപ്പോസ് തോമസ് ആയിരുന്നു എതിരാളി. NDA സ്ഥാനാർത്ഥി MD രമേശ് വോട്ട് ശതമാനം ഗണ്യമായി വർദ്ധിപ്പിച്ച് കരുത്ത് കാട്ടുകയും ചെയ്തു.
ശബരിമല വിഷയം വലിയ പ്രചാരണമായി മാറിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലം ശക്തമായ ത്രികോണ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു. LDF സ്ഥാനാർത്ഥി വീണ ജോർജും NDA സ്ഥാനാർത്ഥി BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനുമായിരുന്നു ആന്റോ ആന്റണിയുടെ എതിരാളികൾ. തിളച്ചുമറിഞ്ഞ പോരിൽ ആന്റോ ആന്റണി മൂന്നാമതും തെരഞ്ഞെടുക്കപ്പെട്ടത് 1,00,000-ൽ താഴെ വോട്ടുകൾക്ക്. സിറ്റിംഗ് MPമാരെ വീണ്ടും മത്സരിപ്പിക്കണമെന്ന AICC തീരുമാനം ആന്റോ ആന്റണിക്ക് 4-ാം ഊഴം നൽകിയേക്കും. കഴിഞ്ഞ തവണ ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ലഭിച്ചതിനേക്കാൾ ഈ തവണ ഭൂരിപക്ഷം വർദ്ധിക്കും. തോമസ് ഐസക് ആര് എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് യാതൊരു ഭയവും ഇല്ലല്ലോ. തോമസ് ഐസക്കാർ ഞങ്ങൾക്ക് ആര് വന്നെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നമല്ല. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി. 3 മുന്നണികളുടെയും വോട്ട് വിഹിതത്തിലെ കണക്കുകളാണ് ഇത്തവണ സസ്പെൻസ് തീർക്കുന്നത്. UDFനെ വിജയത്തിലെത്തിച്ച ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളെ ലക്ഷ്യമാക്കി LDF കഴിഞ്ഞ 2 തവണയും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു. ഇത്തവണ പ്രവാസി വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ട് ആഗോള പ്രവാസി സംഗമം തിരുവല്ലയിൽ സംഘടിപ്പിച്ച് LDF 1 മുഴം മുൻപേ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കി. ഇത്തവണ മണ്ഡലം ഇടത്തോട്ട് ചായുമെന്ന് LDF നേതൃത്വം കരുതുന്നു. ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരത്തിലൂടെ 2014-ലും ശബരിമല പ്രക്ഷോഭത്തിലൂടെ 2019-ലും നടത്തിയ മുന്നേറ്റം NDAക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ബൂത്തുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തകരുടെ യോഗങ്ങൾ നടത്തി BJP അടിത്തറ ബലപ്പെടുത്തി കഴിഞ്ഞു. അടിസ്ഥാന ഹിന്ദു വോട്ടുകൾക്ക് പുറമെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി സമാഹരിക്കാനാണ് BJP ശ്രമം. NDAക്ക് 100% വിജയപ്രതീക്ഷയാണ് ഈ പ്രാവശ്യം ഇവിടുത്തെ മണ്ഡലം. ഒന്ന് ഇവിടുത്തെ MPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 15 വർഷമായിട്ടുള്ള MPയാണ് ആന്റോ ആന്റണി. യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ളത് മോദി സർക്കാരാണ്. ഇവിടുത്തെ 20 MPമാരും മോദി സർക്കാരിനെ എതിർത്തിട്ടും ആവശ്യത്തിന് സഹായം കേരളത്തിന് മോദി സർക്കാർ കൊടുക്കുകയാണ്. തീർത്ഥാടനങ്ങളുടെ തലസ്ഥാനം, കർഷകരുടെ നാട്, പ്രവാസികൾ കൂടുതലുള്ള ജില്ല എന്നിങ്ങനെ സവിശേഷതകൾ ഏറെയുണ്ട് ഈ മലയോര മണ്ഡലത്തിന്. 3 മുന്നണികളുടെയും വോട്ട് വിഹിതം ഇത്തവണ വിജയം ആർക്കെന്ന് പ്രവചിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാക്കി എന്നത് വാസ്തവം. 3 മുന്നണികളും നിലമൊരുക്കി പോരാട്ടത്തിന് കാത്തിരിപ്പാണ്. നമ്മൾ ഫെബ്രുവരി 8 വരെയുള്ള സാമ്പിളാണ് ശേഖരിച്ചത്. അതിനുശേഷം സിറ്റിംഗ് MP ആന്റോ ആന്റണി വീണ്ടും മത്സരിക്കുമെന്നുള്ളത് ഏറെക്കുറെ അന്ന് തന്നെ വ്യക്തമായിരുന്നു. പക്ഷേ ഡോക്ടർ TM തോമസ് ഐസക് എന്ന ഒറ്റപ്പേരിലേക്ക് ഇടതുപക്ഷം ചുരുങ്ങുന്നതും ആ പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നതും ആ തീരുമാനത്തിലേക്ക് എത്തുന്നതും ഒക്കെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ്. അപ്പോൾ സ്ഥാനാർത്ഥികൾ വരുന്നതിന് മുൻപ് ഉണ്ണിസാർ, നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു വോട്ട് വിഹിതം എങ്ങനെയായിരുന്നു എന്നത് നോക്കിയതിനു ശേഷം അതിന്റെ വിശകലനത്തിലേക്ക് പോകാം. അപ്പോൾ പകൽ കനത്ത വേല, ഇനിയിപ്പോൾ കുംഭച്ചൂടിന്റെ കാഠിന്യം വരുമ്പോൾ പത്തനംതിട്ട തിളച്ചുമറിയുന്ന ഒരു കാലാവസ്ഥയിലേക്ക് പോകും. അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടത്. പക്ഷേ ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം അപ്രതീക്ഷിതമായ പല ട്വിസ്റ്റുകളും കാത്തുവെക്കുന്നു ഇക്കുറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2009 മണ്ഡലം രൂപീകരിച്ചത് 2009-ലായതുകൊണ്ട് തന്നെ 2009 മുതലുള്ള കണക്കുകൾ ഈ വോട്ടോഗ്രാഫിൽ പ്രേക്ഷകർക്ക് കാണാം. 2009, 2014, 2019 ഒപ്പം 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളുടെയും പോൾ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന ട്രാക്കറാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത്. 2009 നോക്കൂ, UDF അവിടെ സ്വന്തമാക്കുന്ന വോട്ട് വിഹിതം എന്ന് പറയുന്നത് 50% മുകളിലാണ്. 51.21% ഓപ്പണിംഗ് അക്കൗണ്ട്. മണ്ഡലം രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ ആന്റോ ആന്റണി സ്വന്തമാക്കുന്നത് 51.21%. ആ ഒരു വോട്ട് വിഹിതത്തിലേക്ക് പിന്നീടെത്താൻ ആന്റോ ആന്റണിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അന്ന് LDFന് സ്വന്തമാക്കാൻ കഴിഞ്ഞത് 37.26% വോട്ടുകളാണ്. NDA 7.06% വോട്ടുകളും. അതിനുശേഷം 2014-ലേക്ക് വരുമ്പോൾ 2014-ലെത്തുമ്പോൾ വീണ്ടും സ്ഥിതി മാറി മറിയുകയാണ്. UDFന് 41.19%, LDFന്റെ വോട്ട് വിഹിതം കുറയുന്നു. അതോടൊപ്പം UDFന്റെയും വോട്ട് വിഹിതം കുറയുന്നു. 35-ഉം 41-മായി നിൽക്കുന്നു. NDAയുടെ വോട്ട് വിഹിതം 7.06-ൽ നിന്ന് 15.95%-ലേക്ക് മാറുന്നു. 2014-ലെ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, 2014-ലെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് വരികയാണ്. അതിനുശേഷം 2019 ആകുമ്പോഴേക്കും സംസ്ഥാനമൊട്ടാകെ ഒരു UDF തരംഗം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചതോടുകൂടി ഉണ്ടായ ഒരു കോൺഗ്രസ് അനുകൂല തരംഗം, അത് പത്തനംതിട്ടയിലും കൃത്യമായി പ്രതിഫലിക്കുന്നു. പക്ഷേ മത്സരം കടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 2019-ൽ UDFന് 37.11% വോട്ടുകളാണ് അന്ന് ആന്റോ ആന്റണിക്കായി പോൾ ചെയ്യപ്പെട്ടത്. LDFന്റെ സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജാണ്. വീണ ജോർജ് അന്ന് സമാഹരിച്ചത് 32.80 വോട്ടുകൾ. NDAയുടെ സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ 15.95-ൽ നിന്ന് 28.97-ലേക്ക് ശബരിമല കൂടി ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം ഉയർത്തുന്നതാണ് 2019-ൽ നമ്മൾ കാണുന്നത്. പക്ഷേ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ UDFന്റെ വോട്ട് വിഹിതം 37-ൽ നിന്ന് 35-ആയി ചുരുങ്ങുന്നു. LDFന്റെ വോട്ട് വിഹിതം
32.80 നിന്നും ഉയരുന്നതാണ് നമ്മൾ കാണുന്നത് 43.24%. അതായത് പത്തനംതിട്ടയിൽ മണ്ഡല രൂപീകരണ ശേഷം ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ വോട്ട് വിഹിതത്തിലാണ് നിലവിൽ ഇപ്പോൾ LDF നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മാജിക് ആവർത്തിക്കാൻ NDAക്ക് കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുതയും നമുക്കൊപ്പമുണ്ട്. 15.83% വോട്ടുകളാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ഉൾക്കൊള്ളുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും കൂടി NDAക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഉണ്ണി സാർ, സ്മൃതി മാഡം, നോക്കൂ, പത്തനംതിട്ടയുടെ ഒരു വോട്ടോഗ്രാഫ് ഇങ്ങനെയാണ്. അതായത് രാഷ്ട്രീയ കാലാവസ്ഥ കുമ്പച്ചൂട് കനക്കുന്നത് പോലെ ഇനിയും മാറാനുള്ള സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഓരോ തവണയും കുറയുന്നുണ്ട്. അതെ, നോക്കൂ സുജയ, ഇപ്പോ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ എടുത്താൽ എന്താണ് അവിടെ ആ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം മുന്നോട്ട് വെക്കുന്ന ചിത്രം? അത് സമ്പൂർണ്ണമായും LDFന്റെ ആധിപത്യമാണ്. ആകെ 7 മണ്ഡലങ്ങളാണുള്ളത്. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ, 7 മണ്ഡലങ്ങൾ. ഈ 7 മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങൾ കേരള കോൺഗ്രസ് എമ്മിന്റെ കയ്യിലാണ്. CPMന്റെ കയ്യിൽ 2 മണ്ഡലങ്ങളുണ്ട്, ആറന്മുളയും കോന്നിയും. CPIക്ക് 1 മണ്ഡലമുണ്ട്, അത് അടൂരാണ്. തിരുവല്ല JDSനാണ്. നോക്കൂ, LDFനാണ് എല്ലാ MLAമാരും ഉള്ളത്. 7 MLAമാരെയും വിജയിപ്പിച്ച പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം 2021 കാണിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് LDFന്റെ കോട്ട എന്ന് നമുക്ക് പറയാവുന്ന ഒരു മണ്ഡലമാണ്. അവിടെ എന്ത് സംഭവിക്കാനിരിക്കുന്നു 2024 എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. തീർച്ചയായും ഇത്രയും ഒരു രാഷ്ട്രീയ കാലാവസ്ഥ മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതിനേക്കാളും വലിയ രീതിയിൽ ഒരു പെർഫോമൻസ് 3 മുന്നണികൾക്കും കാഴ്ചവെക്കേണ്ടിയിരിക്കുന്നു. എങ്ങോട്ടും നേരത്തെ ആന്റണിയുടെ ഭൂരിപക്ഷം 2009 1 ലക്ഷത്തിൽ പരമായിരുന്നു. അതിനുശേഷം ഓരോ തെരഞ്ഞെടുപ്പിലും, ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം കുറഞ്ഞു വരുന്ന ചിത്രമാണ് കണ്ടിട്ടുള്ളത്. പിന്നീട് വന്ന സ്ഥാനാർത്ഥികൾ ആദ്യം അനന്തഗോപനായിരുന്നു, പിന്നെ കോൺഗ്രസിൽ നിന്ന് വന്ന ഫിലിപ്പോസ് തോമസായി, പിന്നെ ജോർജായി. എല്ലാ ട്രിക്കും അറിയാവുന്ന ഒപ്പമുണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പോൾ ഓരോ തവണയും ഭൂരിപക്ഷം കുറയുന്നു. ഇപ്പോൾ നോക്കൂ, തോമസ് ഐസക് എന്ന പേര് കൂടി വരുന്ന, പേര് വരുന്നതിന് മുമ്പാണ് നമ്മളിപ്പോൾ സർവേ നടത്തിയിരിക്കുന്നത്. പ്രവാസികളുടെ പരിപാടിയൊക്കെ ആയിട്ട് തിരുവല്ലയിലും എല്ലാ സൂചന ചിലപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കുണ്ടായിരിക്കാം. അങ്ങനെയെങ്കിൽ അതുകൂടി പ്രതിഫലിച്ചു എന്ന് വേണം കരുതാൻ. ഈ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ടയിൽ ആദ്യം ഈ മണ്ഡലം രൂപീകരിക്കുന്നത് 2009. അപ്പോൾ തന്നെ ആന്റണിക്ക് അനുകൂലമായ ജനവിധി. അത് എത്ര ശതമാനമാണ്? 51%. കറക്റ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 2014 വരുമ്പോൾ 10% കുറയുന്നു, 41%. അതിനുശേഷം 2019 വരുമ്പോൾ 37.11%. അപ്പോൾ ആ ഗ്രാഫ് താഴത്തേക്കാണ്. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ 40% ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളുണ്ട് എന്നുള്ളതാണ്. ആ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് എപ്പോഴും ആന്റണിയെ പിന്തുണച്ചിരുന്നു എന്നുള്ളൊരു ഘടകം അവിടെ വളരെ പ്രധാനമാണ്. അവിടേക്കാണ് TM തോമസ് ഐസക് വരുന്നത്. അതുപോലെ തന്നെ അവിടെ നിന്ന് വീണ ജോർജ് എന്ന് പറയുന്നൊരു മന്ത്രിയുണ്ട്. ആ അർത്ഥത്തിൽ എങ്ങനെയാണ് ആ ബ്ലോക്കിലേക്ക് ഈ മുന്നണികളിൽ ഇടതുപക്ഷത്തിന് കടന്നു കയറാൻ കഴിയുക? അത് തന്നെയായിരിക്കും ഇപ്രാവശ്യം ഏറ്റവും പ്രധാനമായി വരിക എന്ന്. സഭയും സമുദായവും നിർണായകമായ പത്തനംതിട്ടയിലെ വോട്ടർമാരോട് നമ്മൾ ഉന്നയിച്ച 14 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നൽകും. ഇപ്പോൾ നമ്മൾ പങ്കുവച്ച കാര്യങ്ങളിലെ വിശദമായ വിലയിരുത്തൽ. അതിനുശേഷം നമുക്ക് അതിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1, നിങ്ങളുടെ പാർലമെന്റ് അംഗത്തിന്റെ അല്ലെങ്കിൽ MP-യുടെ പേര് പത്തനംതിട്ടക്കാർക്ക് അറിയാമോ? അറിയാമെന്ന് എത്ര പേർ പറയുന്നുണ്ട്? ആന്റണിയെ. വളരെ പ്രധാനപ്പെട്ട ഉത്തരം ഇതാ വരുന്നു. ഒന്നാമത്തെ ഉത്തരം 87% പേർക്ക് MP-യുടെ പേരറിയാം, 13% പേർക്ക് അറിയില്ല. നോക്കൂ, ഇവിടുത്തെ ഒരു പ്രശ്നം വെച്ചാൽ ഈ 2009, 2014, 2019 3 തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ആന്റണി ആ മണ്ഡലത്തിൽ 13% പേർക്ക് അറിയില്ല എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതൊരു അറിവില്ലായ്മയല്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം വെച്ചാൽ അതാണ് ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ വളരെ സാക്ഷരമായ ഒരു സംസ്ഥാനമാണ്. ആ മണ്ഡലത്തിലെ MLAമാരെയും MP-മാരെയൊക്കെ എല്ലാവർക്കും അറിയാൻ കഴിയും. അപ്പോൾ ഈ പറയുന്ന 13% അറിയില്ല എന്ന് പറയുന്നത് ഒരു ചെറിയ ട്രെൻഡായിട്ട് നമ്മൾ കാണേണ്ടതില്ല. അടുത്ത ചോദ്യമായി ചിലപ്പോൾ കണക്ട് ചെയ്താൽ കുറച്ചുകൂടി വ്യക്തത വരും. ഓ പ്ലീസ്. നിങ്ങളുടെ ലോക്സഭാംഗത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യമാണ് അടുത്തത്. MP-യുടെ പെർഫോമൻസ് ട്രാക്കർ. ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി നല്ലതാണോ മോശമാണോ? വളരെ മികച്ചതെന്ന അഭിപ്രായം 1.3% പേർക്കാണ്. മികച്ചതെന്ന 16.6% പേർ, അതായത് 17.9% പേർക്ക് മാത്രമാണ് ആന്റണിയെ കുറിച്ച് നല്ല അഭിപ്രായമുള്ളത്. മോശവും വളരെ മോശവും കൂട്ടി നോക്കൂ, അത് പക്ഷേ 50%-ൽ താഴെയാണ് ഈ ഉത്തരങ്ങളെല്ലാം. മോശം എന്ന് പറയുന്നത് 12%, വളരെ മോശം എന്ന് പറയുന്നത് 13.7%, അതായത് 26.2. 26% ആളുകൾക്ക് ഈ പറയുന്ന ആന്റണിയുടെ പെർഫോമൻസിനെ കുറിച്ച് മോശപ്പെട്ട അഭിപ്രായമുള്ളപ്പോൾ കേവലം 17.9%, നമുക്ക് 18 എന്നെടുക്കാം,
18% ആളുകൾക്കാണ് അദ്ദേഹത്തിന്റെ പ്രകടനത്തെക്കുറിച്ച് മികച്ച അഭിപ്രായമുള്ളത്. അതും ആന്റണിക്ക് ഗുണകരമാകുന്ന സൂചനയല്ല. പക്ഷേ ശരാശരി എന്ന് പറയുന്നത് 51.5% നിൽക്കുന്നുണ്ട്. ശരാശരിക്കാരെ നമുക്ക് ഒരു പ്രോബബിലിറ്റി തിയറി അനുസരിച്ച് ഒന്നുകിൽ മോശത്തിലേക്കോ അല്ലെങ്കിൽ രണ്ടിടത്തേക്ക് നല്ലതിലേക്കോ ഫെബ്രുവരി 8-ന് ശേഷം ഒരുപാട് വെള്ളം ഒഴുകി പോയിട്ടുണ്ട് അടുത്ത ആറുകളിലൂടെയൊക്കെ. അപ്പോൾ പത്തനംതിട്ടയുടെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ താങ്കൾ വോട്ട് രേഖപ്പെടുത്താൻ പ്രധാനപ്പെട്ട വിഷയമായി കണക്കാക്കുന്നത് എന്തായിരിക്കും? ഏതാണ് അവിടുത്തെ പോൾ ഇഷ്യൂ അല്ലെങ്കിൽ പോൾ ടോപ്പിക്? എന്ത് വിഷയം പരിഗണിച്ചാണ് പത്തനംതിട്ട വിധി എഴുതാൻ പോകുന്നത്? പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ വികസനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. 34.4%. അത് കഴിഞ്ഞു വരുന്നത് വിലക്കയറ്റമാണ് 23.1%. അത് രണ്ടും പ്രധാനമാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോ ഇനിയിപ്പോ മുമ്പിലെ ചോദ്യത്തിലേക്ക് പോവാം. അതായത് എങ്ങനെയാണ് MP-യുടെ പെർഫോമൻസിനെ വിലയിരുത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ 26.2 പേര് ഈ പ്രകടനം മോശമാണ് എന്ന് വിലയിരുത്തുന്നു. അതുപോലെ തന്നെ ആ മണ്ഡലത്തിൽ എല്ലാവരും പ്രാധാന്യം കൊടുക്കാൻ പോകുന്നത് വികസനത്തിനാണ് എന്ന് നമുക്ക് കാണാം. 34.4% ആളുകൾ വികസനം വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആന്റണിക്ക് വീണ്ടും മോശപ്പെട്ട ഇൻഡിക്കേഷനാണ്. അപ്പോഴും പ്രതീക്ഷ നൽകാവുന്ന ഒരു കാര്യമാണ് നേരത്തെ സ്മൃതി സൂചിപ്പിച്ച വിലക്കയറ്റം 23.1. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ കണ്ടത് വിലക്കയറ്റം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതെല്ലാ മണ്ഡലങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു ഒരു ഒരു എന്താ പറയുക, ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ടുള്ളൊരു വികാരമാണ്. അപ്പം ഇത് ബാലൻസ് ചെയ്ത് പോകുമെന്നുള്ളത് ഇനിയിപ്പോൾ അടുത്ത ചോദ്യങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എങ്കിലും ആന്റണി എന്ന് പറയുന്ന MP-ക്കെതിരായൊരു വികാരമുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു അഭിപ്രായമാണ് ആ മണ്ഡലത്തിലെ ജനങ്ങൾ. ചില കാര്യങ്ങൾ കൂടി അതിൽ പരിശോധിച്ച് പോകണം തോന്നുന്നു. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശബരിമല പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. കെ സുരേന്ദ്രന് 3 ലക്ഷത്തിൽ പരം വോട്ട് ലഭിച്ച തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. നോക്കൂ, അയോധ്യ ക്ഷേത്ര നിർമ്മാണം 1% പേർ മാത്രമേ അതിന് പ്രധാന വിഷയമായി കാണുന്നുള്ളൂ. രാജ്യസുരക്ഷ 3.1%, രണ്ടും കൂടി ചേർക്കുമ്പോൾ 4.1% മാത്രം. അതായത് 29% വോട്ട് കഴിഞ്ഞ പ്രാവശ്യം കെ സുരേന്ദ്രന് സമ്മാനിച്ച പത്തനംതിട്ട, നമ്മുടെ സ്റ്റോറിയിൽ തന്നെ പറയുന്ന കണക്ക് തീർത്ഥാടക വെച്ചാൽ അതിന്റെ തലസ്ഥാനം എന്നാണല്ലോ പത്തനംതിട്ട പറയുന്നത്. ശബരിമല നിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കഴിഞ്ഞ പ്രാവശ്യം വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കെ സുരേന്ദ്രന് കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. 29% എന്ന് പറയുന്നത് വലിയൊരു വോട്ടാണ്, അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ ഇക്കുറി വരുമ്പോൾ 4% മാത്രമാണ് അയോധ്യയെയും അതുപോലെ തന്നെ രാജ്യസുരക്ഷയും പ്രധാനമായി കാണുന്നത്. പക്ഷേ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി സാധ്യത BJPക്ക് അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മെഗാ പ്രീ പോൾ സർവേയിൽ ക്വസ്റ്റ്യൻ നമ്പർ 4. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയായി ആരെയാണ് പത്തനംതിട്ടയിലെ വോട്ടർമാർ ആഗ്രഹിക്കുന്നത്? രാഹുൽ ഗാന്ധിയെയാണോ, അതോ നരേന്ദ്രമോദിയെയാണോ, അതോ മല്ലികാർജുൻ ഖർഗെയാണോ, അതോ മറ്റൊരു നേതാവിനെയാണോ? ഉത്തരങ്ങൾ വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധി തന്നെയാണ്. 38.5% പേർ രാഹുലിനെ പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു. വലിയ വ്യത്യാസമില്ല. നരേന്ദ്രമോദി ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ 33.9%. അതായത് 34%, 38%, 4% വ്യത്യാസത്തിലാണ് രാഹുൽ ഗാന്ധിയെ. അപ്പോൾ UDF-ന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് നമുക്ക് സമ്മതിക്കാം. നിശ്ചയമായും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി കാണുമ്പോൾ UDF-ന്റെ സർക്കാർ, കോൺഗ്രസിന്റെ സർക്കാർ കേന്ദ്രത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ തൊട്ടു പിന്നിൽ അത്ര ദൂരത്തിലല്ലാതെ നരേന്ദ്രമോദി ഫിനിഷ് ചെയ്യുമ്പോൾ എഗെയിൻ ഞാനതുകൊണ്ടാണ് പറഞ്ഞത് 1% അയോധ്യ ക്ഷേത്രവും 3% രാജ്യരക്ഷയും കാണുന്ന 4% മാത്രമായി നമുക്ക് BJPയുടെ സാന്നിധ്യത്തെ അവിടെ ചുരുക്കി കാണണ്ട. നരേന്ദ്രമോദിയെ പ്രധാനപ്പെട്ട ലീഡറായി കാണുന്നു എന്നുള്ളതുകൊണ്ട് BJPക്ക് അതിന്റെ വോട്ട് ബാങ്ക് സംരക്ഷിക്കാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വ്യക്തത വരും തോന്നുന്നു. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 5. കേന്ദ്രത്തിലെ മോദി സർക്കാരിനെ കുറിച്ച് പത്തനംതിട്ടക്കാർ പറയുന്ന അഭിപ്രായം എന്താണ്? കേന്ദ്ര സർക്കാർ കൊള്ളാമോ അതോ മോശമാണോ? എന്താണ് പത്തനംതിട്ടയുടെ അഭിപ്രായം എന്നുള്ളത്? ഉത്തരങ്ങൾ ഇതാണ്. വളരെ മികച്ചതെന്ന് പറയുന്നത് 9.6% പേരാണ്. മികച്ചതെന്ന് 28.6% പേർ അഭിപ്രായപ്പെടുന്നു. അതായത് ടോട്ടൽ 38.2% പേർക്ക് മോദി സർക്കാരിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. എന്ന് മാത്രമല്ല, മോശം എന്ന് പറയുന്നത് കേവലം 24.6%. ഞാൻ രണ്ടും കൂടി കൂട്ടിയിട്ടാണ്. വളരെ മോശമെന്നും പറയുന്നവർ 24.6 മാത്രമായിരിക്കുന്നു. എന്നാൽ വളരെ മികച്ചത് എന്ന് പറയുന്നത് 38.2%. എൻ്റെ ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണേൽ തിരുത്താം. നമ്മൾ ഈ കഴിഞ്ഞ 8 പാർലമെന്റ് മണ്ഡലങ്ങൾ കഴിഞ്ഞ് 9ാമത്തെ പാർലമെന്റ് മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. ഈ 9ാമത്തെ പാർലമെന്റിലേക്ക് വരുമ്പോൾ ഒരൊറ്റ പാർലമെന്റ് മണ്ഡലമാണ് കേന്ദ്രഭരണം മികച്ചതാണ് എന്ന് പറഞ്ഞ് ഏറ്റവും ഉയരത്തിൽ മോദിയെ സ്ഥാപിച്ചിരിക്കുന്നത്. അത് പത്തനംതിട്ടയാണ്. 38.2% ആളുകൾ
കേന്ദ്ര ഭരണം വളരെ മികച്ചതെന്ന് പറയുമ്പോൾ മോശമെന്ന് പറയുന്നവർ പിന്നിലായിരിക്കുന്നു. പത്തനംതിട്ടയിൽ 24.6%. അതായത് മികച്ച പ്രധാനമന്ത്രിയാണ് മോഡിയെന്ന് 33.9% ആളുകൾ പറയുന്നു. മികച്ച സർക്കാരാണ് മോഡിയുടേതെന്ന് 38.2% ആളുകൾ പറയുന്നു. ആ അർത്ഥത്തിൽ നിശ്ചയമായും BJP വളരെ സ്ട്രോങ് ആണ് പത്തനംതിട്ട മണ്ഡലത്തിൽ ഇപ്പോഴും. ഉണ്ണിസാർ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ ഇവിടേക്ക് ഒന്ന് റീക്രാഫ്റ്റ് ചെയ്ത് പറയുകയാണ്. തുടക്കത്തിൽ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ പൂർണ്ണമായ ആധിപത്യമുള്ള 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിലനിൽക്കുമ്പോൾ ഒരു മന്ത്രി അവിടെ നിന്ന് ഉള്ളപ്പോൾ, ചീഫ് വിപ്പ് അവിടെ നിന്നുള്ളപ്പോഴാണ് ഈ ഫലം മുന്നിലേക്ക് വരുന്നത്. കേന്ദ്ര സർക്കാർ കൊള്ളാം എന്ന് പറയുന്നവരുടെ നമ്പർ അത് കൂടി നിൽക്കുന്നു പത്തനംതിട്ട മണ്ഡലത്തിൽ. അടുത്തത് നമുക്ക് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലിലേക്ക് കൂടി പോകാം. കേരളത്തിലെ പിണറായി സർക്കാരിനെ കുറിച്ച് പത്തനംതിട്ട പറയുന്ന അഭിപ്രായം എന്താണ്? മികച്ചതാണെന്നാണോ പറയുന്നത്, അതോ ശരാശരിയാണോ, അതോ മോശമാണോ? ഉത്തരങ്ങളിലേക്ക് പോകാം. വളരെ മികച്ചതെന്ന 5.4% പേർ, മികച്ചതെന്ന 11.8% പേർ അഭിപ്രായപ്പെടുന്നു. അതായത് 17.2% പേർക്ക് മാത്രമാണ് പിണറായി സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായമുള്ളത്. അങ്ങനെയാണെങ്കിൽ മോശം എന്ന അഭിപ്രായമുള്ളത് നോക്കൂ, 22% ആളുകൾക്ക് മോശമെന്ന അഭിപ്രായം. വളരെ മോശമെന്ന അഭിപ്രായം 25.1%. അതായത് 47.1% ആളുകൾ ഈ സർക്കാർ മോശമാണ് എന്ന് വിലയിരുത്തുന്നു. വളരെ മികച്ച ആന്റി ഇൻകംബൻസി, വളരെ ക്ലിയർ ആയിട്ടുള്ള ആന്റി ഇൻകംബൻസി. പ്ലസ് ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം, വിലക്കയറ്റം. 23% ആളുകൾ വിലക്കയറ്റം ഒരു പ്രധാനപ്പെട്ട വിഷയം. സപ്ലൈകോയുടെ മുന്നിൽ, പത്തനംതിട്ടയിൽ സപ്ലൈകോയുടെ മുന്നിൽ കലം തട്ടി ഒഴിഞ്ഞ കലവുമായി പ്രതിഷേധം നടന്ന മണ്ഡലമാണ് പത്തനംതിട്ട. പത്തനംതിട്ട ടൗണിൽ നടന്ന പ്രതിഷേധം അത് അവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധമാണ് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. ജനകീയ വിഷയങ്ങൾ അവിടെ ചർച്ചയാകുന്നുണ്ട്. അത് ആർക്ക് അനുകൂലമായി വോട്ടായി മാറുമെന്നുള്ള ചോദ്യം അവിടെ അവശേഷിപ്പിച്ചുകൊണ്ട് എങ്ങനെയുണ്ട് പിണറായി സർക്കാർ എന്ന ചോദ്യത്തിന് മോശമെന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത്. ആ അഭിപ്രായമാണ് യഥാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിൽ UDF കാൻഡിഡേറ്റിന് ഗുണകരമാകാനുള്ള സാധ്യതയെ അവിടെ നിലനിർത്തും. കുറച്ചുകൂടി ഗുണകരമാകുമോ എന്ന 7ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ മനസ്സിലാകും. ക്വസ്റ്റ്യൻ നമ്പർ 7. ഒന്നാം പിണറായി സർക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടനം അത് പത്തനംതിട്ട എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പിണറായി 1 ആൻഡ് പിണറായി 2 സർക്കാർ എങ്ങനെയുണ്ട്? കൊള്ളാമോ? പിണറായിയുടെ രണ്ടാം പിണറായി സർക്കാരിനെ പറ്റി അഭിപ്രായമില്ലാത്തവരാണ് കൂടുതൽ. 81.4% പേർ മോശമായി എന്ന് വിലയിരുത്തുന്നു. ചെറിയൊരു ശതമാനമല്ലത്. 81.4% എന്ന് പറയുന്നത് അത്രയും ആളുകൾ. 100-ൽ നിങ്ങൾ 80 പേരുടെയും വോട്ട് എഗെയിൻസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അപ്പം എഗെയിൻ ആന്റി ഇൻകംബൻസി, അതായത് 47.1% ആളുകൾ സർക്കാർ വളരെ മോശമാണെന്ന് പറയുന്നു. അതുകൂടാതെ രണ്ടാമത്തെ പിണറായി സർക്കാർ വളരെ മോശമാണെന്ന് 80%-ലേറെ പറയുന്നു. വിലക്കയറ്റം ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് 23% ആളുകൾ കാണുന്നു. അങ്ങനെയെങ്കിൽ അവിടെ ഒരു ആന്റി ഇൻകംബൻസി വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാം. മെച്ചപ്പെട്ടു എന്ന് പറയുന്നവർ എത്രയാന്ന് നോക്കൂ, 2.8%. അതായത് കേന്ദ്ര സർക്കാരിന്റെ പ്രകടനത്തെ വിലയിരുത്തുന്നതും ഈ വിലയിരുത്തലും തമ്മിൽ ചേർത്ത് വായിക്കുമ്പോൾ കേന്ദ്രത്തെക്കാളും അവിടെയുള്ള പത്തനംതിട്ടയിലെ വോട്ടർമാർ മോശമെന്ന് പറയുന്നത് ആരെയാണ്? നിശ്ചയമായും സംസ്ഥാന സർക്കാരിനെ. നമുക്ക് പ്രതിപക്ഷം, ആന്റണി UDFന്റെ MP ആണ്. പ്രതിപക്ഷം എങ്ങനെയുണ്ട്? പത്തനംതിട്ട പറയുന്ന അഭിപ്രായം എന്താണെന്ന് നോക്കാം. കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് പത്തനംതിട്ടയിലെ വോട്ടർമാർ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? കാര്യങ്ങളിൽ വ്യക്തത വരികയാണോ, കൺഫ്യൂസ്ഡ് ആക്കുകയാണോ നോക്കാം. വളരെ മികച്ചതെന്ന 1.8% പേരും മികച്ചതെന്ന 6.5% പേരും പറയുമ്പോൾ പ്രതിപക്ഷത്തെക്കുറിച്ച് നല്ല അഭിപ്രായമുള്ളവർ കേവലം 8.3% പേരാണ്. മോശവും വളരെ മോശവും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതൊരു വലിയ നമ്പറാണ്. 45.4 മോശം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പറയുന്നത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു. അതായത് ഒരു എപ്പോഴും അധികാരത്തിലിരിക്കുന്ന രണ്ട് സർക്കാരുകളെയാണ് ആളുകൾ വിലയിരുത്തുക. പ്രതിപക്ഷത്തെക്കുറിച്ച് മോശം അഭിപ്രായം ഉണ്ടാകും. എന്താണ്? പ്രതിപക്ഷം വേണ്ട രീതിയിൽ ആഞ്ഞടിക്കുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തെക്കുറിച്ച് പറയുക. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം മോശമാണെന്ന് പറയുന്നത്? ആ വികാരം എപ്പോഴും ആന്റി ഗവൺമെന്റ് ആണ്. ആന്റി ഇൻകംബൻസി നിൽക്കുന്നത് എത്രയാണ്? മോർ ദാൻ 80% ആണ്. അത്രയുമുള്ള ഭരണവിരുദ്ധ വികാരത്തിൽ എന്തുകൊണ്ട് പ്രതിപക്ഷം വേണ്ട രീതിയിൽ വിഷയങ്ങൾ എടുക്കുന്നില്ല, സർക്കാരിനെ വിമർശിച്ച് തെറ്റുതിരുത്തിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഈ 40%-ലധികം പേർ പ്രതിപക്ഷം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വെക്കുന്നത് എന്ന ഒരു വിലയിരുത്തലിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കും. നമ്മൾ ഇതുവരെ കടന്നുപോയ മണ്ഡലങ്ങളിലൊക്കെ ഈ ഒരു സമീപനം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത് നല്ല അഭിപ്രായമല്ല. ഇപ്പം ആകപ്പാട് ഞാൻ കണ്ടത് പൊന്നാനിയിൽ മാത്രമാണ് പ്രതിപക്ഷത്തെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടായിരുന്നത്. ബാക്കി ഈ 7 മണ്ഡലങ്ങൾ ഇപ്പൊ നമ്മൾ പോകുന്ന 9ാമത്തെ മണ്ഡലത്തിലാണ്. പൊന്നാനി ഒഴിച്ചുള്ള മറ്റെല്ലാ മണ്ഡലങ്ങളിലും പ്രതിപക്ഷം പോരാ എന്ന അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെയൊക്കെ തന്നെയും
6 മണ്ഡലങ്ങളിൽ UDF ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത നിലനിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യവുമുണ്ട്. അതെ. ഓക്കെ, നമുക്ക് 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കഴിഞ്ഞ 8 മണ്ഡലങ്ങളിലും ജനങ്ങൾ എതിരായി നിൽക്കുന്ന വിഷയം. 9ാമത്തെ വിഷയം, അടുത്തിടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബസ്സിൽ സഞ്ചരിച്ച് നടത്തിയ നവകേരള സദസ്സ്. ആ യാത്ര പത്തനംതിട്ടക്കാർ നെഞ്ചേറ്റിയോ അതോ തള്ളിക്കളഞ്ഞോ? ഉത്തരങ്ങളിലേക്ക് വരാം. നവകേരള സദസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം, നവകേരള സദസ് വേണോ അതോ വേണ്ടിയിരുന്നില്ലേ? നവകേരള സദസ് ആവശ്യമായിരുന്നില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് കൂടുതൽ. അത് 65.8% പേരാണ്. 66% എടുക്കാം. നോക്കൂ, ഇവിടെയാണ് പ്രശ്നം. അതായത് LDF പരിപൂർണമായും ആധിപത്യമുള്ള പത്തനംതിട്ട ലോക്സഭാ കോൺസ്റ്റിറ്റുവൻസി 7 നിയമസഭാ മണ്ഡലങ്ങളിലും വിജയിച്ചിരിക്കുന്നത് LDF സ്ഥാനാർത്ഥികൾ. അവരാണ് അവിടുത്തെ MLA-മാർ. അവിടേക്കാണ് നവകേരള സദസ്സുമായിട്ട് ആ മന്ത്രിസഭ എത്തിച്ചേർന്നത്. ആ ജനങ്ങൾക്ക് ആ വികാരമില്ല എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നിശ്ചയമായും മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തോത് കുറവാണെങ്കിലും 65%-ലേറെ ആളുകൾ നവകേരള സദസ് അനാവശ്യമാണ് എന്ന് പറയുന്നത് LDF കോട്ടയിലായിരിക്കുന്നു. അത് വളരെ സാർ, ഇവിടെ ഈ പത്തനംതിട്ടയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഓരോ MLA-മാരുമായിരുന്നു അതാത് മണ്ഡലങ്ങളിലൂടെ നവകേരള സദസ് കടന്നുപോയപ്പോൾ സംഘാടകർ. അപ്പോൾ പ്രതിപക്ഷമില്ല. അപ്പോൾ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സംഘാടനം പൂർണ്ണമായും MLA-മാർ നിർവഹിക്കുമ്പോൾ അതിലൊരു മന്ത്രിയും ഒരു ചീഫ് വിപ്പും അടങ്ങുമ്പോൾ ആ സംഘാടനത്തിലൂടെ നവകേരള സദസ് ഉദ്ദേശിച്ചത് എന്താണ്? ഈ യാത്ര ആവശ്യമായിരുന്നുവെന്ന് അവിടെയുള്ള വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ ഈ 7 MLA-മാർക്കും കഴിഞ്ഞിട്ടില്ല എന്നതും സർക്കാർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ ഇനിയിപ്പോൾ അടുത്ത ചോദ്യം അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തമാണ്. അതെ, ക്വസ്റ്റ്യൻ നമ്പർ 10. നമ്മുടെ സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നാണ് വിലയിരുത്തൽ. ഈ പ്രതിസന്ധിയുടെ ബുദ്ധിമുട്ടിന്റെ കാരണം എന്താണെന്നാണ് പത്തനംതിട്ടയിലെ വോട്ടർമാർ വിലയിരുത്തുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ പ്രധാനപ്പെട്ടതാണ്. കേന്ദ്രമാണോ അതോ കേരളമാണോ? എങ്ങനെയാണ് നമുക്ക് ഈ പ്രതിസന്ധി വന്നത്? ഉത്തരങ്ങളിലേക്ക് നോക്കൂ, സംസ്ഥാന സർക്കാരിന്റെ പരാജയമെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് കൂടുതൽ. 51.9%. അതായത് 52% പേരും സംസ്ഥാന സർക്കാരിനെ പഴിക്കുകയാണ്. അതേസമയം കേന്ദ്ര സർക്കാർ നയങ്ങൾ ആണ് കാരണമെന്ന് പറയുന്നത് 28.6% പേർ മാത്രം, 29 എന്ന് വെക്കാം. ഇവിടെയാണ് പ്രശ്നം. അതായത് വീണ്ടും വരുന്നു. അതായത് LDF 7 MLA-മാരുള്ള മണ്ഡലത്തിൽ ചെന്നിട്ട് ഈ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. 51.9 എന്ന് പറയുമ്പോൾ 52%. 52% ആളുകൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ആർക്കെതിരായിട്ടാണ് ആ വികാരം? അവിടെ സ്ട്രോങ് ആന്റി ഇൻകംബൻസി ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ആന്റണിക്ക് ഒരു അല്പം പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷേ അവിടേക്ക് ഡോക്ടർ TM തോമസ് ഐസക്കാണ് LDF സ്ഥാനാർത്ഥിയായി വരുന്നത്. ഇടതുപക്ഷത്തെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധനെയാണ് പത്തനംതിട്ടയിൽ ഫീൽഡ് ചെയ്തിരിക്കുന്നത്. ഈ കണക്ക് 57,000 കോടി എന്ന് പറഞ്ഞ് അവിടുത്തെ വോട്ടർമാരെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ ആന്റണിക്ക് അത് എതിരാക്കി മാറ്റാനുള്ള സാധ്യത അവിടെ അപ്പോഴും അവശേഷിക്കുന്നുണ്ട്. പക്ഷേ പത്തനംതിട്ടയിലെ വോട്ടർമാർ പ്രബുദ്ധരാണ്. അവരിത് എത്ര കണ്ട് വിശ്വസിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, അല്ലേ? അതെ, നിശ്ചയമായും. അവിടെ സുരേന്ദ്രനെ പോലെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കുന്നു. അതിനു മുമ്പ് MT രമേശാണ് വലിയൊരു വളർച്ച അവിടെ ഉണ്ടാക്കിയത്. അതിനെ പിന്നെ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പൊ നിശ്ചയമായും BJP ഒരു നല്ല സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ നിർത്തും. അതിപ്പോ ഇവിടെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ കുമ്മനം രാജശേഖരന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ PC ജോർജ് BJP-യിൽ ലയിച്ച സ്ഥിതിക്ക് അവിടെ ഒരു സഭയ്ക്ക് ആധിപത്യം കൂടിയുള്ള സാഹചര്യത്തിൽ PC ജോർജ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് നോക്കൂ, ആന്റണി, അതായത് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ഒരു കാൻഡിഡേറ്റ്, ഡോക്ടർ TM തോമസ് ഐസക്, അവിടെ ആ ക്രിസ്ത്യൻ സഭയിൽ നിന്നുള്ള വിവിധ ഓർത്തഡോക്സ് എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ട് അവിടെ സ്പ്ലിറ്റായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് അവിടെ കേന്ദ്രീകരിക്കാവുന്ന ഒരു സാധ്യത NDA മനസ്സിലാക്കുകയാണെങ്കിൽ ആ തരത്തിലായിരിക്കാം അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയം. അത് സംബന്ധിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തേണ്ടത് ആ പാർട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ആലപ്പുഴ ഒരു നല്ല ഉദാഹരണമാണ്. 2019 തെരഞ്ഞെടുപ്പിലെ ആലപ്പുഴയിലെ സ്ഥിതി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് 2 മുസ്ലിം സമുദായത്തിൽപ്പെട്ട 2 സ്ഥാനാർത്ഥികൾ വരുന്നു. ഷാനിമോൾ ഉസ്മാനും വരുന്നു, AM ആരിഫും വരുന്നു. അവിടേക്കാണ് KS രാധാകൃഷ്ണൻ വരുന്നത്. രാധാകൃഷ്ണൻ വരുമ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ ഈ 2 മുസ്ലിം സ്ഥാനാർത്ഥികളിലേക്ക് വോട്ട് മാറിപ്പോകുമ്പോൾ N ബ്ലോക്കായിട്ട് അവിടുത്തെ ഹിന്ദു വിഭാഗങ്ങൾ BJP വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ആ വോട്ടാണ് വലിയൊരു വളർച്ച കാണിച്ചത്. KS രാധാകൃഷ്ണന്റെ വോട്ട് വിഹിതത്തിൽ അത് വലിയ 1,00,000 മേൽ വോട്ടാണ് രാധാകൃഷ്ണൻ അവിടെ കിട്ടിയത്. KS രാധാകൃഷ്ണൻ അവിടെ കിട്ടിയത്. ഇനിയിപ്പോൾ ഇടതുപക്ഷത്തിനും LDF-നും സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഫിക്സ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ബുദ്ധിപൂർവ്വം സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടത് NDA ആണ്. ഈ വോട്ട് വിഹിതം N ബ്ലോക്കായി, അതായത് SNDP-യെയും NSS-നെയും ഒരേപോലെ പോൾ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ അതോടൊപ്പം സഭയുടെ മാർ റാഫേൽ തട്ടിലുമായൊക്കെ നടത്തിയ കൂടിക്കാഴ്ചയുടെ ഒരു തുടർച്ച, ഓർത്തഡോക്സ്
ഓർത്തഡോക്സ് വിഭാഗവുമായി നടത്തുന്ന ചർച്ചകളുടെ ഒരു തുടർച്ച, അത് കൃത്യമായി എൻ ബ്ലോക്കായി ഒരിടത്തേക്ക് പോൾ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ NDAക്കും അവിടെ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം അതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പം സുജയ പറഞ്ഞതിനകത്ത് കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം 29% വോട്ടാണ് കെ സുരേന്ദ്രൻ പിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച ആന്റോ ആന്റണിയുടെ വോട്ട് എത്രയാണ്? 34%. അതായത് ഈ 29% 34% തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 5%. അതാണ് അതെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ്. ബിഷപ്പിന്റെ അനുഗ്രഹത്തോടുകൂടി BJP-യിലേക്ക് വന്നു എന്ന് PC ജോർജ് പറഞ്ഞിട്ടുണ്ട്. PC ജോർജ് പൂഞ്ഞാർ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് PC ജോർജ് വളരെ സ്ട്രോങ് ആണ്. ആ ഭാഗത്തു നിന്നുള്ള വോട്ടുകൾ ജനപക്ഷം പോലെയല്ല. അവിടെ നിൽക്കുമ്പോൾ പൂഞ്ഞാറിൽ നിന്നുള്ള BJP വോട്ടുകളും അതോടൊപ്പം PC ജോർജിന്റെ മറ്റു മുന്നണികളിൽ നിന്നപ്പോൾ ഉണ്ടാക്കിയ വോട്ട് വിഹിതവും കൊണ്ടുവരാൻ PC ജോർജിന് കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ ഇക്കുറി സ്ഥിതി മറ്റൊന്നാകാനുള്ള സാധ്യത വളരെ ശക്തമായ ത്രികോണ മത്സരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് പോകാം. പത്തനംതിട്ടക്കാരോട് നമ്മൾ ചോദിച്ച 11ാമത്തെ ചോദ്യം. ED, CBI പോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നുവെന്ന് പത്തനംതിട്ടക്കാർ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര പേർ കരുതുന്നുണ്ട്? ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞു. ഇല്ല എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് കൂടുതൽ. പകുതിയിലധികം പേർ 55.6% പേരും കൂട്ടു. അങ്ങനെയാണെങ്കിൽ 18.7%, 19% ആളുകളാണ് ഇല്ല എന്ന് ഉണ്ട് എന്ന് പറയുന്നത്. അവിടെയാണ് വീണ്ടും ഈ പ്രശ്നം നിൽക്കുന്നത്. നോക്കൂ, അതും BJPക്ക് ഗുണകരമാകുന്ന ഘടകമാണ്, ഒരു സംശയവും വേണ്ട. നരേന്ദ്രമോദിയെ മികച്ച പ്രധാനമന്ത്രിയായി കാണുന്നു. കേന്ദ്ര സർക്കാർ ഏറ്റവും മികച്ച സർക്കാരാണ് എന്ന് പറയുന്നു. EDയും CBIയും ഉപയോഗിച്ചുള്ള അന്വേഷണങ്ങളൊന്നും രാഷ്ട്രീയ പകപോക്കലല്ല എന്ന് ഭൂരിപക്ഷം പറയുന്നു. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ BJPക്ക് അവിടെ വളരെ സ്ട്രോങ് ആയ ഒരു ഫുട്ടിംഗ് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇല്ല എന്ന് പറയുന്നത് 56% ആയിരിക്കുന്നു എന്ന് പറയുന്നത് ചെറിയൊരു സൂചനയല്ല. ഉണ്ട് എന്ന് പറയുന്നത് 18.7 ആയിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് LDFന്റെ സമഗ്രാധിപത്യമുള്ള മണ്ഡലത്തിലെ ആളുകളാണ് പറഞ്ഞിരിക്കുന്നത്. CBIയും EDയും നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾ രാഷ്ട്രീയ പകപോക്കലല്ല എന്ന് പറയുന്നത് ഭൂരിപക്ഷമായി. ഇതിലൊരു സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിനെ ED വീണ്ടും സമൻസ് അയക്കുന്നതും അദ്ദേഹം EDയാൽ വേട്ടയാടപ്പെടുന്നുവെന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്നത് കൂടി നമ്മൾ കണക്കിലെടുക്കണം. അങ്ങോട്ടേക്ക് വരുമ്പോൾ അത് മുഖവിലേക്ക് ആ വോട്ടർമാർ എടുക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ അത് ഗൗരവമായിട്ട് ആളുകൾ കാണുന്നില്ല. അപ്പോൾ ED വേട്ടയാടൽ എന്ന ആരോപണം പത്തനംതിട്ടക്കാർ കാര്യമായി കാണുന്നില്ല എന്ന 11ാമത്തെ ചോദ്യത്തിൽ നിന്ന് നമ്മൾ പോകുന്നത് ആന്റോ ആന്റണിക്ക് ഫേവറബിൾ ആയ ഒരു ആൻസർ കിട്ടേണ്ട ഒരു ചോദ്യമാണ്. അതിനോട് പത്തനംതിട്ട എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നോക്കാം. പ്രതിപക്ഷ പാർട്ടികൾ ചേർന്നുണ്ടാക്കിയ ഇന്ത്യ മുന്നണി, ആ രാഷ്ട്രീയ സഖ്യത്തെക്കുറിച്ച് പത്തനംതിട്ടക്കാർ പറയുന്നത് എന്ത്? നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ സ്കോപ്പ് എത്രയാണ്? അതേക്കുറിച്ച് പത്തനംതിട്ട എന്ത് പറയുന്നു? ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പാക്ട് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുമോ? വലിയ നേട്ടം ഉണ്ടാക്കും എന്ന് കരുതുന്നവർ 5.4% പേരാണ്. മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമെന്ന് പറയുന്നവരാണ് കൂടുതൽ. 39.8% പേർ. രണ്ടും കൂടി ചേർക്കുമ്പോൾ 45.2% പേർക്ക് ഇന്ത്യ മുന്നണിയെ കുറിച്ച് പ്രതീക്ഷയുണ്ട്. 44% പറയുന്നു ഒരു മാറ്റവും ഉണ്ടാക്കില്ല. അപ്പം അത് തമ്മിൽ 1.5% ഏതാണ്ട് 1.5% അടുപ്പിച്ചുള്ള വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ അപ്പോഴും ആന്റോ ആന്റണിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. നോക്കൂ, രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കാണുന്നവർ വളരെ കൂടുതലാണ് പത്തനംതിട്ടയിൽ. അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കും എന്ന് വിചാരിക്കുന്നവർ വളരെ കൂടുതലാണ് പത്തനംതിട്ടയിൽ. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ രണ്ട് ഘടകങ്ങളും അതുപോലെ തന്നെ സർക്കാരിനെതിരായി നിൽക്കുന്ന വികാരവും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ് എങ്കിൽ ആന്റോ ആന്റണിക്ക് ഒരു അഡ്വാൻറ്റേജ്. അവിടെ മറ്റൊരു കാര്യം കൂടി, അതായത് നമ്മൾ ഈ ഇതുവരെ വന്ന ഉത്തരങ്ങൾ 12 ചോദ്യങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. ഈ 12 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ ആന്റോ ആന്റണിക്കും NDAക്കും ഫേവറബിൾ ആയിട്ടുള്ള ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞു. പക്ഷേ സർക്കാരിന് ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ LDFന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഉത്തരം പോലും വന്നിട്ടില്ല. ഇനിയുള്ള ചോദ്യങ്ങളിൽ ഉണ്ടാകുമോ? നോക്കാം. അടുത്ത ചോദ്യം, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആര് മുഖ്യമന്ത്രിയാകണം എന്നാണ് പത്തനംതിട്ടക്കാർ ആഗ്രഹിക്കുന്നത്? ജംബോ പട്ടികയാണ്. ആ ജംബോ പട്ടികയിൽ നിന്ന് പത്തനംതിട്ടയുടെ പിക്ക് അതാരാണ്? VD സതീശനാണോ, അതോ പിണറായി വിജയനാണോ, അതോ KK ശൈലജയാണോ? മറ്റിടങ്ങളിലെ പോപ്പുലാരിറ്റി പത്തനംതിട്ടയിൽ KK ശൈലജയ്ക്കുണ്ടോ? ഉണ്ട്. പത്തനംതിട്ടയും ഒരു വനിതാ മുഖ്യമന്ത്രിയെ ആഗ്രഹിക്കുന്നു. വല്ലാതെ 28.7% പേരാണ് ശൈലജ. പകുതി പിണറായി വിജയൻ. രണ്ടാം സ്ഥാനം ശശി തരൂരിനാണ്. ശശി തരൂരിന് 16.8. മൂന്നാം സ്ഥാനമാണ് പിണറായി വിജയന് 13.7%. അത് കഴിഞ്ഞ് VD സതീശനാണ് വരുന്നത് 11.4%. അപ്പോൾ KK ശൈലജയ്ക്കാണ് പത്തനംതിട്ട പ്രാമുഖ്യം കൊടുക്കുന്നത്. നമുക്കിങ്ങനെ എടുക്കാം, അതായത് KK ശൈലജയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്, അല്ലേ? പക്ഷേ പിണറായിയുടെ സ്ഥാനം എന്ന് പറയുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു എന്ന് പറയുന്നതാണ് അതിന്റെ ഇൻഡിക്കേഷൻ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പം ഭാവിയിൽ സംഭവിക്കാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ശൈലജയുടെ കാര്യത്തിൽ ആളുകൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ
പിണറായി വിജയനെ എങ്ങനെ റേറ്റ് ചെയ്യുന്നു എന്ന് വരുമ്പോൾ പിണറായി വിജയൻ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. എ സ്ട്രോങ് ആന്റി ഇൻകംബൻസി ഈസ് ദേർ. 9ാമത്തെ മണ്ഡലത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു നെഗറ്റീവ് ഇമേജ് ആളുകളുടെ മനസ്സിൽ നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു ഇൻഡിക്കേഷൻ അവിടെയുണ്ട്. അപ്പോൾ LDFന്റെ ഈ സർക്കാരിനെ കുറിച്ച് മെച്ചപ്പെട്ട അഭിപ്രായമില്ല, നവകേരള സദസ്സിനെ കുറിച്ച് മെച്ചപ്പെട്ട അഭിപ്രായമില്ല. പിണറായി വിജയൻ 3-ാം സ്ഥാനത്താണുള്ളത്. വിലക്കയറ്റം പോലുള്ള പ്രശ്നങ്ങൾ വളരെ ശക്തമായി ഉന്നയിക്കപ്പെടുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ കൊണ്ടാണ് സംസ്ഥാനത്ത് സാമ്പത്തിക സ്ഥിതി മോശമാകുന്നതെന്നുള്ള വാദമുഖത്തെ അംഗീകരിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നോക്കുമ്പോൾ LDFന് ഒട്ടും തന്നെ ഗുണപ്രദമായൊരു സാഹചര്യം ഇപ്പോൾ പത്തനംതിട്ട ലോക്സഭയിലില്ല. ആ സാഹചര്യത്തിൻ്റെ ഗുണം യഥാർത്ഥത്തിൽ ലഭിക്കുക ആർക്കാണ്? സ്വാഭാവികമായും UDFനാണ്. അതുകൊണ്ടാണ്, അതായത് ആന്റണി എന്ന് പറയുന്ന MP-യുടെ പ്രവർത്തന മികവിനെ കുറിച്ചൊന്നും ആളുകൾക്ക് നല്ല മതിപ്പ് ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. MP അറിയാവുന്നവർ 87% മാത്രമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു LDFന് അല്ലെങ്കിൽ NDAക്ക് അവിടെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയും. പത്തനംതിട്ട ഇക്കുറി മാറി ചിന്തിക്കും. അതൊക്കെ പക്ഷേ ഒരു കൗതുകമുണ്ട്. നോക്ക്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJP-യിൽ നിന്ന് ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത്? സുരേഷ് ഗോപിക്കാണ് 10.9%. അത് പ്രത്യേകം പറയാൻ കാരണം സുരേന്ദ്രൻ ബാക്കി എല്ലായിടത്തും വളരെ പിന്നിലായിരുന്നു. പക്ഷേ അവിടെ കഴിഞ്ഞ തവണ 3 ലക്ഷത്തിൽ പരം വോട്ട് നേടിയ സുരേന്ദ്രന് 2.1% ഉള്ളൂ ഇത്തവണ. 2.1% കെ സുരേന്ദ്രൻ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെയും അനുകൂലമാകേണ്ടത് യഥാർത്ഥത്തിൽ ആന്റണിക്കാണ്, അല്ലെ? നമ്മൾ ഈ കണ്ട ഡാറ്റാസ് വെച്ചിട്ട് ഇനി നമ്മളാണ് ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതകരമായ ഒരു കാര്യം, ഒരു മറുപടിയിലേക്കാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കുമ്പോൾ ആർക്കാണ് UDFന് അത് ഗുണകരമാകുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 1ഉം 2ഉം ചോദ്യങ്ങൾ നൽകുന്ന ഉത്തരം ലീഡ് ചെയ്യുമോ 14ാമത്തെ ചോദ്യത്തിലേക്ക്? 14ാമത്തെ ചോദ്യം, ദ ഫൈനൽ ക്വസ്റ്റ്യൻ. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ ഏത് പാർട്ടി അല്ലെങ്കിൽ ഏത് മുന്നണി ജയിക്കണമെന്നാണ് പത്തനംതിട്ടയിലെ പ്രബുദ്ധരായ വോട്ടർമാർ ആഗ്രഹിക്കുന്നത്? LDF ആണോ, UDF ആണോ, NDA ആണോ? 3 പേർക്കുമുള്ള വോട്ട് വിഹിതം ഈ സർവേയിൽ തെളിയുന്നത് ഇങ്ങനെയാണ്. കൃത്യമായ മാൻഡേറ്റ്. ഇതുവരെയുള്ള അഭിപ്രായങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. LDF ഭരണമെന്ന 41.6% പേർ ആഗ്രഹിക്കുന്നു. UDF 40.1%. നോക്കൂ, 1.5% വ്യത്യാസമാണുള്ളത്. 1.5% എന്ന് പറയുമ്പോൾ 14 ലക്ഷം വോട്ടർമാരാണ്, 13 ലക്ഷം വോട്ടർമാരാണ് അവിടെ ഉള്ളത്, പത്തനംതിട്ടയിലുള്ളത്. അപ്പോൾ 1.5% എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 14,000-15,000 വോട്ടിൻ്റെ അടുത്ത് വരും. 15,000 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ LDFന് മുൻതൂക്കമുണ്ട് എന്നാണ് ഈ സർവേ പറയുന്നത്. 15,000 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അപ്പം അത് ഫെബ്രുവരി 8-ാം തീയതിയാണ്. അതിനെ എങ്ങനെ മാനേജ് ചെയ്യും ആന്റണി എന്നുള്ളതാണ് പ്രധാനം. അതോ ഈ 15,000 വോട്ടെന്ന് പറയുന്നത് 1.5 ലക്ഷമായിട്ടോ അല്ലെങ്കിൽ 50,000 വോട്ടായിട്ടോ TM തോമസ് ഐസക്കിന് മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. പോരാട്ടം കേട്ടോ. ഈ ത്രികോണ പോരാട്ടമെന്ന് നമ്മൾ പറയുമ്പോഴും BJPക്ക് 2019 ലഭിച്ച വോട്ടിൽ നിന്നും 13% ചോർച്ച. അതാണ് BJP 16.1%-ലേക്ക് വരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 29% BJPയുടെ വോട്ട് 16.1%-ലേക്ക് ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ നേരത്തെ സുജയ പറഞ്ഞതുപോലെ 13% കുറവ്. നമുക്കൊരു കണക്ക് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം 37% UDFന്റെ വോട്ട്. അവിടെ UDFന്റെ വോട്ട് വർദ്ധിക്കുന്നുണ്ട് സുജയ. 40%-ലേക്ക് UDFന്റെ വോട്ട് വർദ്ധിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ മേൽപ്പറഞ്ഞ ഘടകങ്ങളാണ്. സർക്കാർ വിരുദ്ധ തരംഗം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ 37 എന്ന് പറയുന്നത് 3% വർദ്ധിച്ച് 40-ലേക്ക് എത്തുന്നത്. അതേസമയം LDFന്റെ വർധന നോക്കൂ, 33-ൽ നിന്ന് 41-ലേക്കാണ്. 8.6% വർധനയാണ് LDF വോട്ട് ബാങ്കിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ 8.6% വർധന ഉണ്ടായാലാണ് 1.5%-ന് LDFന് വിജയിക്കാൻ കഴിയുക. BJP പക്ഷേ 13% കുറഞ്ഞ് 16%-ലേക്ക് ഫിനിഷ് ചെയ്യാൻ പോകുന്നു. വളരെ ഡിസ്റ്റന്റ് ആയ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഫെബ്രുവരി 8 വരെയുള്ള കണക്കാണ്. മറ്റു 2 സ്ഥാനാർത്ഥികളെയും പത്തനംതിട്ടക്കാർക്ക് അറിയാം. 3ാമത്തെ സ്ഥാനാർത്ഥി ആരാണ് എന്നത് പ്രഖ്യാപിച്ചിട്ടില്ല. ഫെബ്രുവരി 8 വരെ അത് വന്നിട്ടില്ല. ഡോക്ടർ TM തോമസ് ഐസക് മണ്ഡലത്തിലുണ്ട്. ആന്റണി സിറ്റിംഗ് MP തന്നെ മത്സരിക്കണമെന്ന തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടുമുണ്ട്. സ്ഥാനാർത്ഥി ആരാകും? കഴിഞ്ഞ തവണയും കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി എത്തുന്നത് 20 ദിവസം അല്ലെങ്കിൽ 1 മാസം മുൻപ് മാത്രമാണ് പത്തനംതിട്ടയിലേക്ക്. ഈ ലാസ്റ്റ് മിനിറ്റ് ലോഞ്ച് എന്ന് പറയുന്നത് അത് NDAക്ക് കുറി ഗുണമാകുമോ അതോ ദോഷമാകുമോ? നമുക്ക് പത്തനംതിട്ടയുടെ ഈ രാഷ്ട്രീയ പശ്ചാത്തലം, ഒപ്പം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ, 2009 മുതൽ 2021 വരെയുള്ള വോട്ടോഗ്രാഫ്, ഇതെല്ലാം നൽകുന്ന സൂചന എന്താണ്? രാഷ്ട്രീയ വിശകലനത്തിനായി നമുക്ക് പ്രവീൺ പുരുഷോത്തമൻ പത്തനംതിട്ടയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. പ്രവീൺ പുരുഷോത്തമൻ, വെൽക്കം ടു റിപ്പോർട്ടർ പ്രീ പോൾ സർവേ. കണക്കുകൾ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പത്തനംതിട്ടയിൽ അട്ടിമറി വിജയം LDFന് സ്വന്തമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ സർവേയിലെ കണ്ടെത്തൽ. അത് യാഥാർത്ഥ്യമാകാനുള്ള ഘടകങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടോ? NDAയുടെ വോട്ട് വിഹിതത്തിൽ 13
13% ചോർച്ചയുണ്ടാകുമോ പ്രവീൺ? സുജയ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇഞ്ചോടിഞ്ചൊരു പോരാട്ടം ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ 3 മുന്നണിയിൽ നിന്നും പ്രതീക്ഷിക്കാം. LDFും UDFും NDAയും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർവേ ഫലങ്ങളിൽ നിന്നും LDFന് അല്പം മുൻതൂക്കമുണ്ടെന്ന് പറയുമ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക്കാണ്. ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഐകകണ്ഠൻ അദ്ദേഹത്തിന്റെ പേര് വന്നിരുന്നു. ആ ഒരു പേര് മാത്രമാണ് വന്നത്. തോമസ് ഐസക് കഴിഞ്ഞ ഏതാനും നാളുകളായി മണ്ഡലത്തിൽ സജീവമാണ്. അതേസമയം തന്നെ സിറ്റിംഗ് MP ആന്റോ ആന്റണി തന്നെയായിരിക്കും UDFന് വേണ്ടി കളത്തിലിറങ്ങുക എന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിയാണ്, അത് PC ജോർജ് അല്ലെങ്കിൽ കുമ്മനം രാജശേഖരൻ. അതേസമയം തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ തന്നെ മത്സരിക്കണം എന്ന ചെറിയൊരു ആഗ്രഹം കൂടി BJP NDAയിലെ അണികൾക്കിടയിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു ടൈറ്റ് മത്സരം തന്നെ ഇക്കുറി പ്രതീക്ഷിക്കാം. നമ്മൾ വിശകലനം ചെയ്ത ഈ സർവേ ഫലങ്ങൾ, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല യുവതി പ്രവേശന വിഷയം കത്തി നിന്ന സമയത്ത് NDAയിലേക്കായിരുന്നു എല്ലാവരുടെയും നോട്ടം. രാജ്യം തന്നെ ഉറ്റുനോക്കിയ തെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ K സുരേന്ദ്രൻ മത്സരിക്കുന്നു, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് NDA അവകാശപ്പെട്ടിരുന്നു. അതേസമയം തന്നെ UDFും LDFും വലിയ ആത്മവിശ്വാസം പുലർത്തിയിരുന്നു. NDA ആ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് പിന്നോട്ട് പോയി. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായത് ആ തെരഞ്ഞെടുപ്പിൽ NDAയുടെ K സുരേന്ദ്രൻ നേടിയ വോട്ടുകളായിരുന്നു. ആ വോട്ടിംഗ് ശതമാനം ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് നേടാൻ കഴിയുമോ, അത് ഏത് സ്ഥാനാർത്ഥിയായാലും അതിലേക്ക് എത്തുമോ എന്നാണ് ഏതായാലും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ വീണ ജോർജ് ആയിരുന്നു മത്സരിച്ചത്. നമുക്കറിയാം, ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ LDF വലിയ പ്രതിരോധത്തിലായിരുന്നു, സംസ്ഥാന സർക്കാർ വലിയ പ്രതിരോധത്തിലായിരുന്നു. എന്നിട്ട് പോലും 2ാം സ്ഥാനത്തേക്ക് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ, ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ LDF എത്തി എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് അവസ്ഥ ഉള്ളപ്പോൾ പോലും 2ാം സ്ഥാനത്തേക്ക് എത്താൻ LDFന് കഴിഞ്ഞിരുന്നു. ഇക്കുറി ഏതായാലും അത്തരത്തിലുള്ള വിഷയങ്ങളിൽ നമ്മുടെ സർവേ ഫലങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ അയോധ്യ വിഷയം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടർമാർ വലിയ ഗൌരവത്തിൽ എടുക്കുന്നില്ല എന്ന് നമ്മളുടെ ആ ഒരു ശതമാന കണക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എത്രമാത്രം NDAക്ക് മുതൽക്കൂട്ടാകുമെന്നൊരു കാര്യത്തിൽ സംശയമുണ്ട്. അതേസമയം നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ UDFന്റെ ആന്റോ ആന്റണി തന്നെയാണ്. പക്ഷെ ആന്റോ ആന്റണി എന്ന ആ ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതല്ല, UDF എന്നുള്ള ആ ഒരു ഘടകം നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങളും ഇടതുമുന്നണിക്ക് അനുകൂലമാണ്. അതുമാത്രവുമല്ല, മറ്റ് 2 മണ്ഡലങ്ങൾ കൂടി പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും കൂടി LDFന് അനുകൂലമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ 7 മണ്ഡലങ്ങളിലും അനുകൂല കാലാവസ്ഥ ഉള്ളതിനാൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഇടതുമുന്നണിക്ക് പ്രയോജനപ്പെടുമെന്നാണ് പ്രവീൺ എനിക്ക് തോന്നുന്നത്. നോക്കൂ, ആന്റോ ആന്റണിക്ക് 1.5% വോട്ടിന്റെ പിന്നോക്കാവസ്ഥയാണല്ലോ, അല്ലെ? 1.5% വോട്ട് നേടിക്കൊണ്ട് LDF മുന്നോട്ട് വരുമെന്ന് പറയുന്നു. ഇവിടെ സുജയ, സ്മൃതി, 13% വോട്ട് BJPക്ക് കുറയും. ഇതാണല്ലോ നമ്മുടെ സർവേ. 13% വോട്ട് കുറയാൻ പോവുകയാണ്. ആ 13% വോട്ട് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഞാൻ ഈ പത്തനംതിട്ടയിൽ കാണുന്നു. 13% വോട്ട് NDAക്ക് പോകുന്നത് ഇപ്പം പ്രവീൺ പുരുഷോത്തമൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ തവണ 2019 ശബരിമല ഒരു വലിയ വികാരമായി നിന്നിരുന്ന സ്ഥലമാണ് പത്തനംതിട്ട. അതിന്റെ അഡ്വാൻറ്റേജ് മുഴുവൻ കിട്ടിയത് യഥാർത്ഥത്തിൽ പത്തനംതിട്ടയിൽ BJPക്കാണ്. എന്നാൽ സംസ്ഥാനത്തുടനീളം അതിന്റെ ഗുണം കിട്ടിയത് കോൺഗ്രസിനാണ്. അപ്പൊ ഇവിടെ ഇപ്രാവശ്യം ആ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ 13% വോട്ടെന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. കേവലം 1.5% മാത്രമാണ് അവിടുത്തെ ഡിഫറൻസ് എന്നിരിക്കെ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് BJPയുടെ വോട്ട് ചോർച്ച ആരുടെ വോട്ടായി മാറുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് അതായിരിക്കും ഏറ്റവും പ്രധാനമായും വിജയ പരാജയങ്ങളെ ആ മണ്ഡലത്തിൽ UDFനെ സഹായിക്കുമോ? കാരണം ഈ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ വന്നിരുന്നല്ലോ. വലിയ തോതിൽ പന്തളത്ത് ആളുകൾ ബുദ്ധിമുട്ടുന്നു. ആ വിഷയം പ്രധാനമായും ഉന്നയിച്ചത് കോൺഗ്രസ് കൂടിയാണ്. കോൺഗ്രസ് ആ സമയത്ത് വലിയ രൂപത്തിൽ പ്രതിഷേധവുമായും പ്രതികരണമായും ആ ഭാഗത്തേക്ക് പോവുകയും അവിടെ പ്രതിഷേധം നടത്തുകയൊക്കെ. അങ്ങനെയാണെങ്കിൽ ഈ പത്തനംതിട്ട സ്വന്തം ജില്ലയാണെന്ന് പറഞ്ഞ സുജയുടെ അഭിപ്രായം എന്താ? ഈ 13%? എന്റെ അഭിപ്രായത്തിൽ ഈ 16% മുകളിലേക്ക് നിശ്ചയമായും NDAയുടെ വോട്ട് ശതമാനം ഉയരുമെന്നുള്ളതാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിയുമ്പോൾ തന്നെ ഈ അവിടുത്തെ സീൻ മാറാൻ പോവുകയാണ്. പത്തനംതിട്ടയിൽ വളരെ ശക്തമായ സ്ഥാനാർത്ഥിയെ. പക്ഷേ അങ്ങനെയാണെങ്കിൽ 29 എന്നുള്ള സ്ഥലത്തേക്ക് റീച്ച് ചെയ്യുമോ?
29 അതിന് മുകളിലേക്ക് ഒരു പക്ഷേ പോകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് കാരണം ഞാൻ പറയാം. അതായത് പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും കഴിഞ്ഞ തവണ NDAക്ക് എത്താൻ കഴിയാത്ത അല്ലെങ്കിൽ വോട്ട് കൊണ്ടുവരാൻ കഴിയാത്ത സ്ഥലങ്ങളാണ്. അവിടെ ഇപ്പോൾ ഷോൺ ജോർജ് ആണല്ലോ ഇപ്പോൾ ഈ SFIO അന്വേഷണത്തിനായി പോകുകയും അതിൽ മുഖ്യമന്ത്രിയുടെ മകളെ തന്നെ അന്വേഷണത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ ആ കേസ് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ഷോൺ ജോർജ് എന്ന് പറയുന്ന PC ജോർജിന്റെ മകൻ, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, ഈ രണ്ട് ഘടകങ്ങൾ കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. കഴിഞ്ഞ തവണ PC ജോർജ് NDAക്കൊപ്പമില്ല. PC ജോർജിന്റെ വ്യക്തിപരമായ സ്വാധീനമോ അല്ലെങ്കിൽ PC ജോർജ് എന്ന വ്യക്തിയെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. സഭയിൽ നിർണായകമായ സ്വാധീനം ഉണ്ട് PC ജോർജിന് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് PC ജോർജ് BJPയിലേക്ക് വരുമ്പോൾ അതിനെ കേന്ദ്ര നേതൃത്വം സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ ഈ 16% എന്ന് പറയുന്ന വോട്ട് വിഹിതം അത് താഴേക്കിറങ്ങില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവിടെ NDAക്ക് അല്ലെങ്കിൽ BJPക്ക് കൃത്യമായ ബേസ് വോട്ടുള്ള മണ്ഡലമാണ്. അതിന് താഴേക്ക് പോകില്ല. ഇനി അത് LDFിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഡോക്ടർ TM തോമസ് ഐസക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ EDക്ക് മുന്നിലേക്ക് ഈ സമൻസ് അയച്ച് വിളിപ്പിച്ചിരിക്കുന്ന ആ കേസിന്റെ അടുത്ത ദിവസങ്ങളിലെ ഘട്ടം എന്തെന്ന് നമുക്കറിയില്ല. പോൾ സബ്ജക്ട് മാറാൻ പോവുകയാണ്, വോട്ട് വിഷയം മാറാൻ പോവുകയാണ്. ഒപ്പം SFIO അന്വേഷണം, ആ അന്വേഷണം നിൽക്കുമ്പോൾ അതും ചർച്ചയാകാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ വലിയ സാധ്യത എന്നാണ്. PC ജോർജ് സ്ഥാനാർത്ഥി എന്ന് ഞാൻ പറയുന്നില്ല. അവിടെ ഈ സഭയെയും സമുദായത്തെയും ഭൂരിപക്ഷ വോട്ടുകളെയും കോർത്തിണക്കാൻ കഴിയുന്ന 3 വിഭാഗത്തിനും സ്വീകാര്യമായ ഒരു സ്ഥാനാർത്ഥിയാണ് വരുന്നതെങ്കിൽ ഈ 16% നിന്ന് വോട്ട് വിഹിതം ഉയരും. അത് ജയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ആന്റോ ആന്റണിയുടെ വോട്ടുകളിലാണ് ചോർച്ചയുണ്ടാകേണ്ടത്. ആന്റോ ആന്റണിക്ക് ഇപ്പോൾ ലഭിക്കുന്ന വോട്ടുകളിൽ നിന്നും ചോർച്ചയുണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഈ വോട്ട് വിഹിതം ഉയർത്താൻ കഴിയും. ഇനി ചാൻസ് നമ്പർ 2, ഡോക്ടർ TM തോമസ് ഐസക്കിന് ജയിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ ഒരു സബ്ജക്ട് അവിടെ കിട്ടേണ്ടതുണ്ട്. അത് ഈ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള വോട്ടർമാർ കൂടി BJPയിൽ നിന്നും ചോർന്നത് എന്ന് നിങ്ങൾ പറയുന്ന നമ്മുടെ സർവേയിൽ തെളിഞ്ഞ 13%. അത് ആക്ച്വൽ ചോർച്ചയാണോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴേ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ സർവേയിലെ വികാരം ഇങ്ങനെയാണ്. അപ്പോൾ ഈ സർവേയിലെ വികാരം അനുസരിച്ച് ഡോക്ടർ TM തോമസ് ഐസക്കിലേക്ക് ഈ ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡോക്ടർ TM തോമസ് ഐസക്കിന് അവിടെ അഡ്വാൻറ്റേജ് കിട്ടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതെ, ഡോക്ടർ TM തോമസ് ഐസക്കിന് മുന്നിൽ സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒപ്പം NDAക്കുള്ള സാധ്യതകൾ അത് ഈ 16.1% ചുരുങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല. ഫെബ്രുവരി 8 വരെയുള്ള കഥയാണിത്. സ്ഥാനാർത്ഥിയായിട്ടില്ല. തോമസ് ഐസക്കും ആന്റോ ആന്റണിയും അതേസമയം സ്ഥാനാർത്ഥികളായി അവിടെ മുന്നിലുമുണ്ട്. ഇതാണ് പത്തനംതിട്ടയിലെ റിയൽ പിക്ചർ. ശരി.